പരീശന്മാർ എന്തുകൊണ്ടാണ് ഇത്ര വലിയ രക്ഷയെ അവര് കർത്താവിനെ ക്രൂശിച്ചത്? അവരുടെ നീതിയിൽ നിന്നതുകൊണ്ട് ദൈവത്തിന്റെ നീതി അവർ തള്ളിക്കളഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത്, എൻ്റെ ജീവിതത്തിനകത്ത് ഞാൻ മനസ്സിലാക്കിയതൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എൻ്റെ സ്വയനീതി എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ ഒന്ന് വിവരിക്കാം. സ്വയനീതി എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്നു, നമ്മൾ പണ്ടല്ലേ ഞാൻ ഒരു ഉറുമ്പിനെ പോലും ഞാൻ അല്ലെ നമ്മൾ പറയത്തില്ലേ, ഞാൻ കൊല്ലുന്നില്ല, ഞാൻ ആർക്കും ഒരു ദോഷം ചെയ്യുന്നില്ല, അതുകൊണ്ട് എനിക്ക് എന്തോ കുഴപ്പമില്ല. സ്വയനീതി നമ്മൾ എത്ര പറഞ്ഞാലും നമ്മൾ പോയിരുന്നാലും ദൈവം അക്സെപ്റ്റ് ചെയ്യണം, ഇല്ലേ? അതല്ലേ ദൈവത്തിന്റെ നീതി. ദൈവത്തിന്റെ നീതി എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് മനുഷ്യന്റെ ഒന്നുമില്ല. കർത്താവ് യേശുവിലെ മുഴുവൻ പ്രവൃത്തി എന്റെ പാപത്തെയും എന്റെ രോഗത്തെയും കർത്താവ് തന്റെ ശരീരത്തിൽ സുമനസാനെ ഏറ്റെടുത്തു. എനിക്ക് എന്റെ പ്രവൃത്തിയാൽ ഒരു കാരണവശാലും സ്വർഗത്തിൽ പോകാൻ പറ്റില്ല എന്ന് ദൈവം അറിഞ്ഞിട്ട് ദൈവം തന്റെ സ്വന്തം പുത്രനെ എനിക്ക് എൻ്റെ സ്ഥലത്ത് കർത്താവിനെ ക്രൂശിച്ചു. ഞാൻ പോകേണ്ട മരണം യേശു വായിച്ചു, ഞാൻ പോകേണ്ട ശാപം യേശു രുചിച്ചു, ഞാൻ പോകേണ്ട ശിക്ഷ യേശു ഏറ്റെടുത്തു. ഇത് ഞാൻ വിശ്വസിച്ച്, എൻ്റെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് ഞാൻ വാഗൊണ്ട് ഏറ്റുപറയുന്നതാണ് ദൈവത്തിന്റെ നീതി എന്നുള്ളതാണ്. നമുക്ക് നമ്മുടേതായ ഒരു നീതിയിലൂടെ സ്വർഗത്തിൽ കിടക്കാമായിരുന്നെങ്കിൽ യേശു വരേണ്ട കാര്യമില്ലായിരുന്നല്ലോ. തീർച്ചയായിട്ടും ദൂതന്മാർ വേണേ സാക്രിഫൈസ് ചെയ്യാൻ വേണേ ദൂതന്മാരെയോ അല്ലെ മറ്റേ അബ്രഹാമിനെയോ വേറെ ആരെയും വേണേലും ആക്കാമായിരുന്നല്ലോ. യേശു തന്നെ വന്നത് അതിലൂടെ അല്ലാതൊരു പാപപരിഹാര മാർഗം ഇല്ല.